ആ കുറച്ച് ദിവസത്തേക്ക് അവനൊന്ന് തണുത്ത് നിൽക്കട്ടെ. എന്താ മോളെ? അച്ഛനെന്താ ഇങ്ങനെ കിടക്കുന്നേ? സുഖമില്ലേ? അച്ഛൻ എന്തോ ഒരു വല്ലായിക പോലെ, അതുകൊണ്ട് എങ്ങനെ കിടക്കുന്ന. മോൾക്ക് എന്ത് വേണം? വേണ്ടച്ചാ, എനിക്കൊന്നും വേണ്ട. അച്ഛൻ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട മോളെ. എന്റെ മൂകാംബികമ്മേ, മഹാദേവ, എന്റെ അച്ഛനിപ്പോ വയ്യാതായിരിക്കുക. അതുപോലെ തന്നെ എന്റെ ചേട്ടനും. എനിക്കും എന്തോ അസുഖ. എന്തിനാ മഹാദേവ ഞങ്ങളെങ്ങനെ പരീക്ഷിക്കുന്നേ? എപ്പോഴും മഹാദേവനും ദേവിയും വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ലേ ഞങ്ങൾ. എന്നിട്ടും ഞങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ തീരാ ദുഃഖം തരുന്നത്? എന്റെ അച്ഛനെയും ചേട്ടനെയും വയ്യായികയിൽ നിന്ന് രക്ഷിക്കണേ ശങ്കര, മഹാദേവ. എന്റെ മണിച്ചേട്ടന് ഒരു കുഴപ്പം വരുത്തല്ലേ ദേവി. എന്റെ അച്ഛന്റെ മണിച്ചേട്ടനെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ. സന്തോഷത്തോടെ ഞാനത് നൽകാം ദേവി. മോളെ, എന്താ മോളെ പറയുന്നത്? നിന്നെ നഷ്ടപ്പെടുത്തിയിട്ട് അച്ഛനൊരു ജീവിതം ഉണ്ടോ? എന്റെ മോളുണ്ടെങ്കിലേ ഞാനും ഉള്ളൂ. അങ്ങനെയൊന്നും പ്രാർത്ഥിക്കല്ലേ മോളെ. നിനക്ക് വേണ്ടിയാ ഈ അച്ഛൻ ഓരോ നിമിഷവും നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്നതും ജീവിക്കുന്നതും. എന്നിട്ടും എന്റെ മോൾ എന്തിനാ അങ്ങനെ ഭഗവാനോട് പറഞ്ഞത്? നീ ഇല്ലാതെ ഈ അച്ഛൻ ഒരു നിമിഷമില്ല മോളെ. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധിയാ നീ. എന്റെ സ്വത്ത്, എന്റെ സ്വന്തം. ദേവ് ചേച്ചി, ദേവ് ചേച്ചി, അച്ഛനാകെ എന്തൊരു വിഷമം പോലെ. ഞാൻ അച്ഛന് വേണ്ടി മഹാദേവനോട് പ്രാർത്ഥിക്കായിരുന്നു. അച്ഛ, ദേവ് ചേച്ചി പറഞ്ഞത് ശരിയാ. അമ്മ മൂകാംബികയുടെ അടുത്തല്ലേ നമ്മള്. നമ്മുടെ ഈ സങ്കടമൊക്കെ ദേവി കാണുന്നുണ്ട്. എല്ലാത്തിനും ദേവി ഒരു പരിഹാരം ഉണ്ടാക്കി തരും. അച്ഛ സമാധാനായിട്ടിരിക്കെ.